ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇനി അത് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് കായം കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇതുപോലെ മുറിച്ചിട്ട് വീണ്ടും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ചിട്ട് നല്ല തോലെല്ലാം കളഞ്ഞ് നല്ല മുറിച്ച് ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. 4 വലിയ ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഈ ഒരു മസാല എണ്ണയിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു എണ്ണയിലും മസാലയിലിട്ടിട്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് അടിഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ വെന്തിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ മുറിച്ചിട്ട് അതും കൂടി ഇടാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ തന്നെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി നന്നായിട്ട് നേർമനെ മുറിച്ചിട്ട് അതും കൂടി ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് ക്യാപ്സിക്കം വെന്തടിഞ്ഞു പോകാൻ പാടില്ല. എല്ലാം ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് ആ രീതിയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടി കറിവേപ്പിലയും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അത് പ്രത്യേകം ഓർമ്മിക്കണം. അതിൻ്റെ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം നല്ലോണം വെന്ത് അതിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ റൊട്ടിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ സബ്ജി തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. ഇതുപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. ബൈ.